ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കരിമീൻ പെട്ടി വെക്കാൻ പോവാം. കരിമീൻ വല്ലതും ഉണ്ടോ, കരിമീൻ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല. ഏതായാലും നമുക്ക് കരിമീൻ പെട്ടി വെക്കാൻ പോവാം. വാ പോവാം. നമ്മൾ പെട്ടി കിടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ പെട്ടി ഒന്ന് പൊക്കി നോക്കാം. ഒന്നും ഇല്ല ഇതിനകത്ത്. ഇത് പെട്ടി നേരത്തെ വീണ് പോയതാണ്. അത് കാരണം കപ്പയുണ്ട് ഇതിനകത്ത്. വേണ്ട, നമുക്കിത് കപ്പ കുത്തി ഇതുപോലെ തന്നെ നമുക്ക് ഇടാം. ഞാൻ കപ്പ ഉണ്ടോ, പെട്ടി നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ ഇടാം. തീരെ വെള്ളം തീരെ കുറവാണ്. അപ്പോൾ നമുക്ക് അടുത്ത പെട്ടി ഉള്ള സ്ഥലത്തേക്ക് പോകാം. ഈ പെട്ടി നമുക്ക് പൊക്കി നോക്കാം. പെട്ടിയെല്ലാം വീണ് കിടക്കുക, പക്ഷേ ഇതിനകത്ത് മീനൊന്നുമില്ല, ഇതിനകത്തൊന്നുമില്ല. ഇത് നമുക്ക് തീറ്റി കെട്ടി ഇതുപോലെ തന്നെ ഇടാം. ഈ പെട്ടി ഒന്ന് നോക്കാം. നല്ല കാറ്റടിക്കാൻ തുടങ്ങി. കാരണം വെള്ളം നമ്മൾ പെട്ടി പൊക്കിയിട്ട് ആ സ്പോട്ടിൽ കിടക്കുന്നില്ല. ഇതിനകത്തും ഇല്ല. ചെറിയതുണ്ടെന്ന് തോന്നുന്നു. നോക്കാം, ഒരു ചെറിയതുണ്ട്. ഉണ്ടോ? ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ കരിമീനാണ്. നല്ല കാറ്റാ, വെള്ളം അങ്ങ് പോവുക. ഈ കരിമീൻ അത്ര വലിയ കരിമീനല്ലേ, ചെറിയ കരിമീൻ വെള്ളത്തിൽ. ഇത് നമുക്ക് നേരെ വിടാം. ഒരുവിധം വലിയ കരിമീൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ എടുത്തിട്ട് പ്രയോജനമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പെട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. നോക്കാം നമുക്ക് കരിമീൻ വല്ലതും കിട്ടുമോന്ന് നോക്കാം. ഇല്ല, നമുക്കിത് ഇവിടെ ഒരു പെട്ടിയുണ്ട്, നമുക്ക് ഇതൊന്ന് നോക്കാം. കണ്ട് വെള്ളം തീരെ ഇല്ല, കണ്ടമാനം അരളിയായി റമ്പിലെല്ലാം. അത് നമുക്കൊരു വിഷയം. ഇതിനകത്ത് കരിമീനുണ്ട്. ആ 3 കരിമീൻ. എന്താ ഒരെണ്ണം ചത്തുപോയി. 3 കരിമീൻ, ഒരെണ്ണം ചത്തുപോയി. അതാ പിന്നെ ഇണയില്ലാത്ത ഒന്നിലധികം കരിമീൻ കയറിയാൽ ഒരെണ്ണം ജീവനോടെ കിട്ടും, ബാക്കിയെല്ലാം ചത്തും പോകും. ഇതിപ്പോൾ 2 ഇണയാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ആ ഒരെണ്ണത്തിനെ അതിനെ കൊത്തിക്കൊന്നത്. നമുക്കിത് കപ്പ കൊത്തി ഇടാം.
വെട്ടിയിട്ട് ഇനി അടുത്ത വെട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം. എല്ലാം വെള്ളം തീരെ കുറവാണ്. ഇതിനകത്ത് ഒരു ചെറുതുണ്ട്, വെള്ളത്തെ വെള്ളമായി. ഇതിനകത്തൊരു അത്ര ചെറുതല്ല, ഉണ്ടോ? ഇതും തീറ്റി കുത്തി നമുക്ക് ഇതുപോലെ തന്നെ ഇടാം. വെള്ളം തീരെ ഇപ്പം പറ്റായത് കാരണം കരിമീൻ പെട്ടി കിടക്കുന്ന സ്ഥലത്തെങ്ങും വെള്ളക്കുറവാണ്. പിന്നെ ഏറ്റം വരുന്ന സമയത്തെങ്ങാനും ഒന്ന് വല്ലതും കയറിയെങ്കിലേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. വെള്ളം പറ്റിപ്പോയപ്പോൾ കണ്ടവാനങ്ങ് പറ്റി. നമുക്ക് അടുത്ത പെട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഓക്കെ, ഇതൊരു പെട്ടിയുണ്ട്, നമുക്കതൊന്ന് നോക്കാം. കണ്ട് പെട്ടി വെക്കുമ്പോൾ എല്ലാ പെട്ടിയിലും എല്ലാ സ്ഥലത്തും ഈ കരിമീൻ കിട്ടത്തില്ല. ചില സ്ഥലത്ത് ഇപ്പോൾ ഒരു പെട്ടിക്കകത്ത് കരിമീനുണ്ട്, ചിലപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ പെട്ടിക്കകത്ത് കരിമീൻ കണ്ടെന്നിരിക്കും. ഇതിനകത്തുണ്ടൊരു കരിമീൻ, നല്ല കരിമീനത് അല്ലേ? ഇത് നമുക്ക് തീറ്റി കുത്തി ഇടാം. വെള്ളത്തെ വീണ് കഴിഞ്ഞിട്ടത് അനങ്ങാതെ അങ്ങനെ കിടക്കുകയാണ്. തീറ്റി നമുക്ക് തീറ്റി കുത്തിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് പെട്ടിയും കൂടി ഇടാം. സമയം നമ്മൾ പെട്ടിയിൽ നിന്ന് പൊക്കാൻ തുടങ്ങിയത് സന്ധ്യാറായപ്പോഴാണ്. അതിലും സന്ധ്യയായി. ഇനി നമുക്ക് പൊക്കാൻ ഒരു പെട്ടിയുടെ ഉള്ളൂ. അതുകൂടെ പൊക്കിയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വലയുണ്ടോയെന്ന് ഞാൻ നോക്കുമായിരുന്നു. ഇതൊക്കെ വലയിടുന്ന സ്ഥലങ്ങളാണ്. അപ്പം നമ്മുടെ പെട്ടി വെക്കാൻ വരുന്നതിന് മുമ്പ് ആരെങ്കിലും വലയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടി വലയുടെ മേളിലായിരിക്കും. അത് ഇത്ര നേരം ശ്വാസം മുട്ടി വെള്ളത്തിൽ കിടക്കുകയല്ലായിരുന്നു. അതാണത് ഇങ്ങനെ കിടക്കുന്നത്. നമുക്ക് അടുത്ത പെട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകും. ഇവിടെ നമ്മുടെ ഒരു പെട്ടിയുണ്ട്, അതുകൊണ്ട് നോക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് പെട്ടിയാണ്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമുക്ക് മീൻ തീരെ കുറവാണ് കിട്ടുന്നത്. നമ്മുടെ സബ്സ്ക്രൈബർമാരും മറ്റും ചോദിക്കുന്നുണ്ട്, മീനുണ്ടോ, വാളയുണ്ടോ, കരിമീനുണ്ടോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. സിലോപ്പിയ ഉണ്ടോ എന്നൊക്കെ. ഇതിനകത്തുണ്ട് കരിമീൻ. അപ്പം നമുക്കിപ്പോൾ മീൻ തീരെ കുറവാണ് കിട്ടുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ വെട്ടിപ്പൊക്കെ ഇപ്പോൾ കിട്ടിയത്. ഇത്രയും കരിമീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതി കരിമീനുണ്ട്. ഈ സീസണിൽ ഇപ്പം മീൻ പൊതുവെ എല്ലാ സ്ഥലത്തും നമ്മുടെ ആറ്റിൽ മീൻ കുറവാണ് കിട്ടുന്നത്. അത് നമ്മളെ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും മീൻ കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവരെയും അറിയിക്കാം. അല്ലെ, മീൻ കൂടുതൽ കിട്ടാൻ തുടങ്ങുമ്പോൾ എല്ലാവരെയും അറിയിക്കാം. അപ്പം മീൻ നമുക്ക് തരാം, എല്ലാവർക്കും തരാം. അപ്പം മീൻ തീരെ കുറവ് കിട്ടുന്നത് കൊണ്ടാണ്. നിങ്ങളാരും പരിഭവമൊന്നും വിചാരിക്കരുത്. മീനുള്ളപ്പോൾ എല്ലാവരോടും വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ മീനുണ്ടെന്ന്. അല്ല, നമുക്ക് ഈ പെട്ടിയുടെ ഇട്ടിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വലയില്ല. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ.
ഇപ്പം സന്ധ്യയായി. ഇനിയിപ്പം നമ്മൾ വീട്ടിൽ കടയിൽ ചെന്ന് അവിടെ ചെന്ന് നമ്മൾ കരിമീനെയൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ വീണ്ടും ഇരുട്ടും, സന്ധ്യയാകും. അപ്പോൾ നമുക്ക് വിശദമായിട്ട് കരിമീനെ കാണിച്ചു തരാൻ ഒക്കത്തില്ല. ഇപ്പം ഞങ്ങൾ ഈ കരിമീനെ കാണിക്കുക. എന്താ കണ്ടോ, നമുക്ക് 7 കരിമീനെ കിട്ടിയിട്ടുണ്ട്. ആണ്, അതിലൊരു കരിമീനേ ഉള്ളു ചത്തത്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ. പാത്രം നേടാമ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കരിമീൻ എടുത്തില്ല. കരിമീൻ കയ്യിൽ നിന്ന് 3, 4, 5, 6, 7 കരിമീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 ചെറുതാണ്, 1 ചത്തും പോയി. ഓക്കെ.